പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഥേൽ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ ധ്യാന യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു യുവജന ധ്യാന യോഗമായി നടത്തുവാൻ തക്കവണ്ണം ദൈവമിടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന വചനം നമ്മുടെ യുവജനങ്ങളുടെ മുൻപിൽ ഒരു വിളക്കായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ യുവജനങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ യുവജന കൺവെൻഷനായി നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പിതാവേ, കർത്താവേ, ലോകം മഹാമാരിയാൽ ഭാരപ്പെടുമ്പോൾ കർത്താവേ, ഈ പ്രതികൂല സാഹചര്യത്തിൽ കർത്താവേ, യുവജന സഖ്യ കൺവെൻഷനായി ഞങ്ങൾക്ക് ഒത്തുചേരുവാൻ തന്ന ഭാഗ്യത്തെയോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പിതാവേ, അവിടുന്ന് അങ്ങ് വലിയവനാകിയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന പിതാവേ, കർത്താവേ, ഞങ്ങളുടെ യുവജന സഖ്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പിതാവേ, കർത്താവെ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഇടവക വികാരിയെ കരങ്ങളിലേപ്പിൽ കർത്താവെ, അവിടുന്ന് മാനിക്കുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ചുമതലക്കാരെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, കർത്താവെ, ബലഹീനമായ കരത്തെ നിറയ്ക്കുവാൻ അവിടുന്ന് ശക്തിയുള്ള ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു പിതാവെ, പിതാവെ, ഞങ്ങളുടെ യുവാക്കളെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ആരാധന, പഠനം, സാക്ഷ്യം, സേവനമുള്ള കുഞ്ഞുങ്ങളായി പുതുതലമുറയ്ക്ക് മാതൃകയുള്ളവരായി ജീവിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ, ഇന്ന് ഈ മീറ്റിംഗിൽ വചനം സംസാരിക്കുന്ന പ്രിയദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് നിറയ്ക്കുന്ന കൃപയ്ക്കായി നന്ദിയോർ സ്തുതിക്കുന്ന കർത്താവെ, കർത്താവെ, നല്ല നിലത്ത് വീണ വിത്ത് പോലെ കർത്താവെ, വചനം വാരി വിതറുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങളുടെ കർത്താവെ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ്, വചനം കേട്ട് തൃപ്തിയുള്ളവരായി മടങ്ങിപ്പോവാൻ ഇടയാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവെ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തിരുസാന്നിധ്യങ്ങളും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ മീറ്റിംഗിലെ ആദ്യോടന്തം കൃപയെ നിറച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ടനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. തരണം നിൻ സാന്നിധ്യമേ ജനം, തിരുമുഖം ദർശിച്ചാലും നിപ്പാ. കരുണകൾ കുടയവനേ, നിന്നാമത്തെ നിരന്തരം ഭജിച്ചിടുവാൻ. കരുണകൾ കുടയവനേ, നിന്നാമത്തെ നിരന്തരം ഭജിച്ചിടുവാൻ. അകമകിലകമകിലം അകറ്റി നീ തികയ്ക്കുക വിശുദ്ധിയുള്ളിൽ. അകമകിലകമകിലം അകറ്റി നീ തികയ്ക്കുക വിശുദ്ധിയുള്ളിൽ. വരിക പരാപരനേ, ഈ യോഗത്തിൽ ചൊരിക കൃപാവരങ്ങൾ. വരിക പരാപരനേ, ഈ
യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ദൂരെ പോകുന്ന നിമിഷങ്ങളിൽ തേടിപ്പാഞ്ഞെത്തുമിടയനവൻ ആരും കാണാതെ കരഞ്ഞിടുമ്പോൾ തോളിലേറ്റി താൻ കഴുകിടുന്നു. സ്വർഗ്ഗസിയോനിൽ നാഥനെ കാൺമതിനായി എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കും. സ്വർഗ്ഗസിയോനിൽ നാഥനെ കാൺമതിനായി എന്റെ ആത്മാവ് ദാഹിച്ചു കാത്തിരിക്കും. എന്റെ യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. ആരെയും ഞാൻ ഭയപ്പെടില്ല, എന്റെ കർത്താവൻ കൂടെ വന്നാൽ. ഇല്ല താഴുകിൽ ഞാൻ തളരുകില്ല, എന്നും തന്നോട് ചേർന്നു നിന്നാൽ. യാത്രയിൽ ഞാൻ തളർന്നിടുമ്പോൾ, എന്നാത്മധൈര്യം ചോർന്നിടുമ്പോൾ, രാത്രികാലേ തടഞ്ഞിടുമ്പോൾ, എന്നെ നീയാകെ വിറച്ചിടുമ്പോൾ, ശോഭിതമാ തിരുമുഖവൻ ഉള്ളിൽ കണ്ണാലെ കാണുന്നതെൻ ഭാഗ്യം. പാടിടും ഞാൻ സ്തുതിവചനം തന്റെ സിംഹാസനത്തിങ്കൽ രാജരുന. എന്റെ യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എന്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. സ്തോത്രം ഞങ്ങളെ ആദിവത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ദൈവമേ, ഈ മധ്യസ്ഥയ്ക്കായി അങ്ങയുടെ തിരുമുമ്പിൽ തലവണക്കിയിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഏഴയും ഭാവിയുമായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയെ അങ്ങ് തിരസ്കരിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ലോകത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിൽ അകപ്പെട്ടു പോയ ഞങ്ങളുടെ ലോകത്തെ അവിടുന്ന് വിടുവിക്കണമേ. ദൈവമേ, അനേകർ ഈ രോഗത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. ദൈവമേ, അവർക്കൊക്കെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സൗഖ്യം നൽകണമേ യേശുപജ. ദൈവമേ, അതുപോലെ തന്നെ പലവിധ കടബാധ്യതകളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യം അവരുടെ മേൽ ചൊരിഞ്ഞ് ദൈവമേ, അവരുടെ കടങ്ങളിൽ നിന്നുമൊക്കെ അവരെ മുക്തരാക്കണമേ യേശുപജ. യേശുപജ, പ്രത്യേകം ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മഹാമാരിയുടെ പിടിയിലൊന്നും അകപ്പെടാതെ ഞങ്ങളുടെ ദേശത്തെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, അങ്ങയുടെ സുരക്ഷാ വലയം ഞങ്ങളുടെ ദേശത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ യേശുപജ. ദൈവമേ, മറ്റു പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ ക്രൂശിൽ ചൊരിഞ്ഞ അങ്ങയുടെ തിരു രക്തത്താൽ രോഗികളെ എല്ലാവരെയും അവിടുന്ന് സൗഖ്യമാക്കണമേ യേശുപജ. വിശേഷാൽ ഞങ്ങളുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രോഗത്തിൻ്റെ പിടിയിലൊന്നും അകപ്പെടാതെ അവരെ അങ്ങയുടെ തണലിൽ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, യുവജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വിളിക്ക് യോഗ്യരാമണ്ണം ദേശത്തിൻ്റെ വിളക്കായി ശോഭിപ്പാൻ അവിടുന്ന് അവരെ ഇടയാക്കി തീർക്കണമേ യേശുപജ. യേശുപജ, വൃദ്ധജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാർദ്ധക്യകാലത്തിൽ അങ്ങയുടെ കൃപയും തുണയുമാണല്ലോ അവർക്ക് ഏക ആശ്രയം. ദൈവമേ, അവരോടൊപ്പം അങ്ങയുടെ സഹായം എപ്പോഴും ഉണ്ടായിരിക്കണമേ. ദൈവമേ, അടിയങ്ങളുടെ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഉപസംഹരിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പ്രസിദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ നിരീക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നോക്കുള്ളതാകുന്നു. ആമേൻ. വചനം ശ്രവിക്കുവാനായി നാം ഒരുങ്ങുകയാണ്. ഇന്ന് നമുക്ക് സന്ദേശം നൽകുന്നത് ശ്രീ തോമസ് ഫിലിപ്പ്
വെണ്ണിക്കുളം. അദ്ദേഹം വെണ്ണിക്കുളം സ്വദേശിയാണ്. ഗവൺമെൻറ് സർവീസിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ സ്നേഹിതരാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആതുര ശുശ്രൂഷക സംഘം എന്ന സംഘടനയിലൂടെ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുമിടയായി അതിന് നേതൃത്വം നൽകുന്നയാളാണ് അദ്ദേഹം. വളരെ സന്തോഷത്തോടും ആദരവോടും കൂടി ബഥേൽ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ യുവജന കൺവെൻഷനിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വചന സന്ദേശത്തിനായി ഒരുങ്ങാം. അതിനു മുൻപായി ഗായക സംഘം ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. തുടർന്ന് വചന സന്ദേശത്തിനായി ശ്രീ തോമസ് ഫിലിപ്പ് സാറിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ആശ്വാസത്തിൻ കുളിരായെന്നിൽ നിറഞ്ഞു കവിയും വചനം. ആശ്വാസത്തിൻ കുളിരായെന്നിൽ നിറഞ്ഞു കവിയും വചനം. വചനം വചനം എൻ കാലിനു ദീപം നിൻ വചനം. വചനം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്തിക്കുളം ബഥേൽ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നതായ യുവജന കൺവെൻഷൻ്റെ ഒരു ഭാഗമായി തീരുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിലൊരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രത്യേക മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതായ പ്രിയ അജിത് തോമസ് അച്ഛനുള്ള പ്രത്യേക നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് അല്പസമയം നിങ്ങളുടെ മുമ്പാകെ ചർച്ച ചെയ്യുവാനായി ചിന്തിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. ഞാൻ വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടയ്ക്കാം. മഹാഭാഷ്യത്തിന് തിരുമഞ്ഞ വസോക്കി പിതാവേ, അനുഗ്രഹിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നീ എവിടെയെന്നുള്ളതായ ചോദ്യങ്ങൾ കർത്താവേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ സ്ഥാനം എവിടെയെന്നും ഞങ്ങൾ എവിടെ ആയിരിക്കുന്നുവെന്നും
ഞങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യുവാൻ നീ ഇന്ന് ഈ ദിവസം ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ നിന്റെ സന്നിധിക്കട്ടെ. നിന്റെ കൃപയിൽ ഞങ്ങൾ പുതിയണമേ. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായ ദാനങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകലതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ഞാൻ നിങ്ങൾ മുമ്പാകെ വായിച്ചത്. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയപ്പോൾ, ബഹുവിധമായ ഉദ്ദേശത്തോടുകൂടെ ഈ ലോകത്തിൽ നമ്മെ ആക്കിയപ്പോൾ, ആ ഉദ്ദേശം പലപ്പോഴും നിവർത്തിക്കാതെ വന്നു എന്നുള്ളതായ ഒരു ചിന്ത മനുഷ്യകുലത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ നടപ്പിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം വായിച്ചത്, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ഈ സാഹചര്യത്തെ നമുക്കെല്ലാവർക്കും അറിയാം. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കിയപ്പോൾ ഒരു വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം താൻ സൃഷ്ടിച്ചതായ മനുഷ്യനോടൊപ്പം ഉലാത്തുന്നതായ, സഞ്ചരിക്കുന്നതായ ഒരു പ്രത്യേക സ്വഭാവം ദൈവത്തിനുണ്ടായിരുന്നു. അപ്പോൾ ദൈവവും മനുഷ്യനുമുള്ളതായ ഒരു വലിയൊരു കമ്പനി, ഒരു കൂട്ട്, ഒരു സുഹൃത്ത് ബന്ധം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വൈകുന്നേരം താൻ ഉലാത്തുവാനായി, താൻ സൃഷ്ടിച്ചതായ മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുവാനായി കടന്നു വന്നപ്പോൾ താൻ സൃഷ്ടിച്ചാക്കിയതായ മനുഷ്യനെ കാണുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ശുദ്ധമായ വെള്ളത്തിൽ ഒരു തുള്ളി മഷി വീഴുമ്പോൾ ആ മഷി എത്രയും പെട്ടെന്ന് ഗ്ലാസ് മുഴുവൻ പടരുന്നത് പോലെയാണ് പാപം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഹമാട്ടിയ എന്ന വാക്ക് പാപത്തെ സംബന്ധിച്ച് ഉപയോഗിക്കാറുണ്ട്. വഴിതെറ്റിപ്പോവുക എന്ന് അതിന് അർത്ഥമുണ്ട്. അന്ന് ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായി ഈ മനുഷ്യനെ തിരിച്ച് ഏതിലേക്ക് പ്രവേശിപ്പിക്കാനായി പിതാവായ ദൈവം പല വഴികളും വേദപുസ്തക ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ മനുഷ്യനെ വിളിക്കുന്നത്, ഈ മനുഷ്യനെ അന്വേഷിക്കുന്നതായ ചരിത്രം ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിൽ മുതൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നും ഈ ദൈവം നമ്മെ വിളിക്കുന്നതെന്ന് ഒരു അല്പനേരം നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ, ചിന്തിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എന്തുകൊണ്ടാണ് ദൈവം ഈ മനുഷ്യനെ അന്വേഷിക്കുന്നത്? നീ എവിടെ എന്ന് ചോദിക്കുവാൻ എന്താ കാരണം? ഒന്നാമത്തെ കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മനുഷ്യനും ദൈവവുമായുള്ള സ്നേഹബന്ധം വിച്ഛേദിച്ചത് കൊണ്ടാണ് അന്വേഷിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഒരു വ്യക്തിയോട് ആത്മാർത്ഥ സ്നേഹമുണ്ട്, ബന്ധമുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അവനുമായി മുൻപരിചയം, മുൻപിലത്തെ പോലെ തന്നെ നമുക്ക് ഇടപെടുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ ഒരു വിച്ഛേദനം സംഭവിച്ചു എന്നുള്ളതാണ്. ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമായപ്പോൾ പിതാവായ ദൈവം വന്ന് മനുഷ്യനെ അന്വേഷിച്ചു. നീ എവിടെയെന്ന് അന്വേഷിച്ചു, അവനെ കാണുന്നില്ല. എന്ത് കാരണം? ഈ ദൈവവുമായുള്ള ബന്ധത്തിൽ മനുഷ്യന് ഒരു വിച്ഛേദനം സംഭവിച്ചു. പ്രിയമുള്ളവരെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിന് എന്തെങ്കിലും വിച്ഛേദനം സംഭവിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ വിച്ഛേദനം സംഭവിക്കാൻ കാരണം? അങ്ങനെ ഒരു മുറിവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അകൽച്ച ദൈവവുമായി ഉണ്ടാകുവാനുള്ള എന്താ കാരണം? അവിടെ തന്നെ നമുക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട്. ഒന്ന്, അനുസരണക്കേട്. നമുക്കറിയാം എന്താ അനുസരണക്കേട് അവർ കാണിച്ചെന്ന് നമുക്കറിയാം. എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങളും അനുഭവിക്കാനുള്ളതായ അവകാശവും അധികാരവും മനുഷ്യന് ദൈവം കൊടുത്തു. എന്നാൽ ഈ തോട്ടത്തിൽ നടുക്ക് നിൽക്കുന്നതായ നന്മ തിന്മകളെ തിരിച്ചറിയുന്നതായ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. എന്നാൽ ഹൗവ പാമ്പിന്റെ രൂപത്തിൽ വന്നതായ സാത്താന്റെ കണിയിൽപ്പെടുകയും ദൈവം ഏൽപ്പിച്ചതായ തിന്നരുതെന്ന് പറഞ്ഞതായ ആ പഴം പറിച്ചു തിന്ന് തന്റെ ഭർത്താവിന് ഷെയർ ചെയ്യുകയും ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും. ഒരു അനുസരണക്കേട് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും മനുഷ്യനെ നശിപ്പിക്കുന്നതായ ഒന്നാവുന്നു ഈ അനുസരണക്കേട്. ദൈവം നമ്മോട് കൽപ്പനകൾ കൂടെ അല്ലാതെയും അനേക കാര്യങ്ങൾ അനുസരിപ്പാൻ, ദൈവത്തെ അനുസരിപ്പാൻ ആഹ്വാനം ചെയ്യുമ്പോൾ പലപ്പോഴും നാം അത് ചെയ്യാതെ അത് ദൈവത്തിൽ നിന്ന് അകന്ന് അനുസരണമില്ലാത്തവരായി നാം തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്നേഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു. രണ്ടാമതായി കാണുവാൻ സാധിക്കുന്നു, വേറെന്തിലോ മറ്റൊന്നിൽ സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യൻ. ഇവിടെ ഹൗവയോട് പാമ്പ് പറഞ്ഞു, ആര് പറഞ്ഞു ഈ പഴം തിന്നാൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കും, മരിക്കുമെന്ന്, ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ ഈ ഹൗവയെ വല്ലാതെ അത് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഹൗവ ചിന്തിച്ചു, എടാ ദൈവത്തെ പോലെ എനിക്കായാൽ എന്താ കുഴപ്പം? അപ്പോൾ ദൈവം തന്നതായ സാഹചര്യങ്ങൾ,
ഈ ഏദൻ തോട്ടത്തില് ദൈവത്തോടൊപ്പം ഉലാത്തുന്നതായ മനോഹരമായ അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടതിന് പകരം അതിലും ഉന്നതമായ അല്ലെങ്കിൽ അതിലും ശ്രേഷ്ഠമെന്ന് അവൾക്ക് തോന്നിയതായ ദൈവത്തെ പോലാകുന്ന അവകാശം അവൾ കവർന്നെടുക്കുവാൻ ആഗ്രഹിക്കുന്നതായ അവസ്ഥയിലേക്ക് ആയിത്തീർന്നു. മറ്റൊന്നിൽ സന്തോഷം കണ്ടെത്തി. ഞാൻ ചോദിച്ചോളട്ടെ യുവജനങ്ങളെ, എൻ്റെ പ്രിയ മക്കളെ, ഞാൻ ചോദിച്ചോളട്ടെ, നാം ഇന്ന് മറ്റൊന്നിൽ സന്തോഷം കണ്ടെത്തുന്നില്ലേ? ഇപ്പോൾ കൊറോണയുടെ കാലഘട്ടമാണല്ലോ. ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തോടൊപ്പം അടുക്കുവാൻ അനേക സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് ദൈവത്തിൽ നിന്നും അകന്ന് സഞ്ചരിക്കുന്ന ഒരു സമൂഹമായി നാം തീർന്നു പോയിട്ടില്ലേ? അതുകൊണ്ടാണ് ദൈവം ഇന്ന് നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്നേഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയത്. മറ്റൊന്നിൽ സന്തോഷം കണ്ടത്. നമ്മൾ ഇന്നത്തെ യുവജനങ്ങൾ, നിങ്ങൾ അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്നു. അനേക യുവജനങ്ങൾ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളുടെയും മോസ്റ്റ് മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ മറ്റ് പല രീതിയിൽ പറഞ്ഞാൽ മദ്യത്തിൻ്റെ മയക്കുമരുന്ന് അടിമപ്പെട്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്ന സമൂഹമായി മാറുന്നിരിക്കുകയാണ്. അവർ മറ്റൊന്നിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. മറ്റൊന്നിൽ സന്തോഷം കണ്ടെത്തിയാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ വിച്ഛേദനം സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ വേദപുസ്തകത്തിന്റെ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ മനുഷ്യനും ദൈവവുമായുള്ള സ്നേഹബന്ധം വിച്ഛേദിക്കാനുള്ള കാരണം ഒന്ന് ഞാൻ പറഞ്ഞു, അനുസരണക്കേട്. 2, മറ്റൊന്നിൽ സന്തോഷം കണ്ടെത്തിയത്. 3, അന്നും ഇന്നും മനുഷ്യനെ കൊടുക്കുന്നതായ 3 കാര്യങ്ങളാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. യേശുക്രിസ്തുവിന്റെ പരീക്ഷാ സമയത്തും ഇതേ പരീക്ഷണങ്ങൾ കൂടാണ് യേശുക്രിസ്തു കടന്നു പോകുന്നത്. നമുക്കറിയാം, ഈ മനോഹരമായ പഴം കാണിച്ചിട്ട് പാമ്പ് പറഞ്ഞു, എത്ര മനോഹരവും കാണാൻ മനോഹരം, തിന്നാൻ രുചിയുള്ളതായിരിക്കാം. അത് ആ ഹൗവയെ വല്ലാതെ പ്രേരിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നു. അവൾ നോക്കിയപ്പോൾ വളരെ മനോഹരമാണ് ഈ പഴങ്ങൾ. ഒരുപക്ഷെ ചുവന്ന് തൊടുത്തു നിൽക്കുന്ന ഒരു പഴമായിരിക്കാം. മനോഹരമായി അവളുടെ കണ്ണുകൾ കൊണ്ട് വളരെ ആകർഷണീയമായി അവൾ കണ്ടു, അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചോളട്ടെ, ഇന്നും നമ്മൾ യുവജനങ്ങൾ അവർ പലതും കാണുന്നു, അവർ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അതവർ ഇഷ്ടപ്പെടുന്നു. കൺമോഹം എന്ന് പറയുന്ന വലിയൊരു പാപം അവരെ ബാധിക്കുന്നു. 2, അവൾക്ക് ആ സമയത്ത് ഒരുപക്ഷെ വല്ലാതെ വിശന്നിരിക്കുന്ന ഒരു സമയമായിരിക്കാം. ഒരിച്ചിരി പഴം തിന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് തിന്നെങ്കിൽ വളരെ നന്നായിരുന്നു, വിശപ്പടങ്ങുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നിരിക്കാം. അപ്പോൾ അവളുള്ള ജഡമോഹം ഉണർന്നു വന്നു. അതെ, അത് കാണാൻ മനോഹരമാണ്, ഒരു കൊതി അത് തോന്നി, അത് പറിച്ചു തിന്നുവാൻ അവൾ അതെ വെമ്പൽ കൊണ്ടു. 3ാമതായി അവളിലേക്ക് കടന്നു വന്നതായ പാപമാണ് ജീവനത്തിന്റെ പ്രതാപം. എന്താ ജീവനത്തിന്റെ പ്രതാപം? ഇത് തിന്നുമ്പോൾ നീ ദൈവത്തെ പോലെ ആകും. ഇന്ന് നമ്മുടെ മുമ്പിൽ, നമ്മുടെ ചുറ്റുപാടും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്നതായ വലിയ ഘടകങ്ങളാണ് ഇതൊക്കെ. നാം ഇന്ന് സൗന്ദര്യത്തിന്റെ പുറകെ പോകുന്നവരാണ്. വളരെ മനോഹരമായ സൗന്ദര്യം, മനോഹരമായ സംസാരത്തിന് പുറകെ പോകുന്നവരാണ്, ആകർഷിക്കപ്പെടുന്നവരാണ്. ഇതൊരു പക്ഷേ കാലചക്രത്തിന്റെ ആരംഭം മുതലേയും മനുഷ്യനെ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പാവമായിരുന്നു കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. 4ാമതായി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവമായുള്ള സ്നേഹബന്ധം വിച്ഛേദിക്കപ്പെട്ടത്? അവിടെ പറയുന്നു അമിത സ്നേഹം. പത്രോസിനോട് ദൈവം ചോദിക്കുന്നുണ്ട്, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? 3 വട്ടം ചോദിക്കുന്നത്, നീ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു, നീ ഇവയിൽ അധികമായി സ്നേഹിക്കുന്നു. പലപ്പോഴും നാം ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് പകരം ദൈവത്തെ സ്നേഹമുണ്ടെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും പക്ഷെ അതിലധികമായി നാം പലതിനെയും സ്നേഹിക്കുന്നവരാണ്. ഇന്നത്തെ യുവജനങ്ങളുടെ പ്രധാന പ്രശ്നവും അത് തന്നെയാണ്. അവർ മറ്റൊന്നിൽ സ്നേഹം കണ്ടെത്തുകയും സ്നേഹം അതിൻ്റെ നിർവചനം മനസ്സിലാക്കാതെ, ദൈവസ്നേഹത്തെ മനസ്സിലാക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതിന് പകരം മറ്റൊന്നിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തലമുറയായി തീർന്നിരിക്കുകയാണ്. ഇന്ന് നാം നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുകയാണ്, നീ എവിടെയെന്ന് ചോദിക്കും. 2ാമതായി എന്തുകൊണ്ട് മനുഷ്യനെ ദൈവം വിളിക്കുന്നു, അന്വേഷിക്കുന്നു? അവിടെ 2ാം അധ്യായത്തിന്റെ 15ാം വാക്യത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. 2 ഉത്തരവാദിത്വമാണ് മനുഷ്യനെ ഏൽപ്പിച്ചത്. 2ാമത് ഈ ദൈവം നമ്മെ അന്വേഷിക്കുന്ന ഏൽപ്പിച്ച ജോലി നാം ചെയ്യാത്തത് കൊണ്ട്. മനുഷ്യനെ ഏൽപ്പിച്ചത് എന്താണ്? 1, നീ വേല ചെയ്യണം, 2, നീ ഈ തോട്ടം കാക്കണം. ഞാൻ ചോദിച്ചോട്ടെ പ്രിയ യുവജനങ്ങളെ, നമ്മെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ഈ ദൈവം സൃഷ്ടിച്ചതായ ഈ മനുഷ്യർക്ക് ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ആണ് ഏൽപ്പിച്ചത്. പക്ഷേ അവരതിൽ നിന്നും അകന്നുപോയി. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഒരു സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്.
ദൈവത്തോട് ഉത്തരവാദിത്തമുണ്ട്, നമ്മോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ മാതാപിതാക്കളോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്, നമ്മുടെ മക്കളോടുണ്ട്, സഹോദരങ്ങളോടുണ്ട്. ഈ ഏൽപ്പിച്ച ജോലി നാം ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ക്രമീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. മൂന്നാമതായി, ആക്കിയ സ്ഥലത്ത് ഇല്ലാത്തതിനാൽ ദൈവം നിന്നെ അന്വേഷിക്കും. ആക്കിയ സ്ഥലത്ത് ഇല്ലാത്തതിനാൽ ദൈവം നമ്മെ സൃഷ്ടിച്ച്, അല്ലെങ്കിൽ ആദമിനെ ഹൗവയെ സൃഷ്ടിച്ച് ആ ഏദൻ തോട്ടത്തിൽ ആക്കിയത് ചില പർപ്പസിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പേ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ സ്ഥിരമായി കാണുന്ന സ്ഥലത്ത് അവരില്ല. അതുകൊണ്ട് ദൈവം അവരെ അന്വേഷിച്ചു. ഞാൻ ചോദിച്ചോളട്ടെ, നിങ്ങളെ ആക്കിയ സ്ഥലത്ത് നിങ്ങളില്ലെങ്കിൽ ദൈവം അത് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഈ ആക്കിയ സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ഭവനത്തിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകനായി മകളായി നിങ്ങളെ ആക്കി, ഒരു സമൂഹത്തിൽ നിങ്ങളെ ആക്കി, ഒരു രാജ്യത്ത് നിങ്ങളെ ആക്കി, ഒരു ഭൂഖണ്ഡത്തിൽ നിങ്ങളെ ആക്കി, ഒരു പ്രത്യേക സഭയിൽ നിങ്ങളെ ആക്കി, ഒരു വിവരസംഘത്തിൽ അംഗമായി നിങ്ങളെ ആക്കി. ആക്കിയ സ്ഥലത്ത് ഉത്തരവാദിത്വത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇല്ലെങ്കിൽ ഇന്നും ഈ ദൈവം നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്? പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസികൾ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ മേഖലകളിൽ ക്രിസ്തീയ വിശ്വാസത്തിനുള്ളതായ അവിടെ ആ വലിയൊരു ആഴം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ലോകമെമ്പാടും ഇന്ന് അങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. ആക്കിയ സ്ഥലത്ത് നാം ഇല്ലാതെ. വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വൈ വി ആർ ഹിയർ. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നാം അറിയണം. ഞാൻ ഈ സ്ഥലത്തായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയണം. ഈ സഭയിലായിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയണം. അതറിഞ്ഞു വേണം നാം ജീവിക്കാൻ. ഇതേ സ്ഥലത്ത് ഇതേ വിഷയത്തിൽ തന്നെ മറ്റൊരു ആസ്പെക്റ്റോടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അനുഗ്രഹം തേടി പോകുന്ന, പ്രത്യേകിച്ച് ഇന്ന് പ്രോസ്പെരിറ്റി ക്രിസ്ത്യാനിറ്റി ഒത്തിരിയുള്ള കാലഘട്ടമാണ്. എന്തിനധികം പറയുന്നു, സഭാ നേതൃത്വത്തിലായാലും സഭകളിലായാലും വിശ്വാസ വീരന്മാരായാൽ പോലും അവരും ഇന്നും സുഖകരമായ ജീവിതം തേടി യാത്ര ചെയ്യുന്ന സമൂഹമായി മാറിയിരിക്കുകയാണ്. ഒരു പ്രോസ്പെരിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ അനുഭവത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹമായിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലോകത്തെ ആക്കി വിട്ടത് ഒരുപക്ഷെ നാം തന്നെയാണ്. ഈ ലോകത്തിൽ അനേക ക്രിസ്തുവിനെ നയിപ്പാനും ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുവാനും നമ്മെ കൂടെ ആക്കിയതാണ്. ഈ ചർച്ചിൽ നിങ്ങളെ ആക്കിയതാണ്, ആ സ്ഥലത്ത് ആക്കിയതാണ്, വാത്തിക്കുളത്ത് നിങ്ങളെ ആക്കിയതാണ്, അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങളെ ആക്കിയിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഭംഗിയോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ ദൈവം ഇന്നും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എവിടെ? പ്രിയമുള്ളവരെ, 3 വിഷയം ഞാൻ നിങ്ങൾ ഭാഗമായി. ഒന്ന്, മനുഷ്യനും ദൈവവുമായുള്ള സ്നേഹബന്ധം വിച്ഛേദിച്ചത് കൊണ്ട് ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. 2, ഏൽപ്പിച്ച ജോലി നാം ചെയ്യാത്തതിനാൽ ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. 3, ആക്കിയ സ്ഥലത്ത് ഇല്ലാത്തതിനാൽ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. 4, ദൈവം നമ്മെ അന്വേഷിക്കാൻ കാരണമുണ്ട്. അതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാരണം. മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട്. അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഒരാളെ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹമില്ലെങ്കിൽ ഒരിക്കലും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമായിരുന്നു നമുക്ക് കാൽവരി ക്രൂശിൽ നാം കണ്ടതായ ആ സ്നേഹത്തിന്റെ ചിഹ്നം. ആ ക്രൂശ് അതിന് വലിയ ചിഹ്നമാകുന്നു. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായ ആ മനുഷ്യനെ തിരിച്ച് ഏദൻ തോട്ടത്തിലേക്ക് കയറ്റുവാൻ വേണ്ടി ആദിമകാലങ്ങളിൽ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അനേക വ്യക്തികളെ ദൈവം വിട്ടു. അനേക വ്യക്തികളെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ അതൊന്നും സാധിക്കാതെ, അതുകൊണ്ടൊന്നും പ്രയോജനമില്ലാത്തതിനാൽ അവസാന സ്വന്തപുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് അവനെ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് ആ ക്രൂശിലെ രക്തത്തിൽ കൂടെ ഇന്ന് നമുക്കെല്ലാം ഒരു ക്രിസ്തീയ പൗരത്വത്തിലേക്ക് കടക്കുവാൻ ദൈവടയാക്കി. അതുകൊണ്ടാണ് ആ സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നാം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നാം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതേ ഉപകാരം നമ്മെ സമർപ്പിക്കുക. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു. പ്രിയ യുവജനങ്ങളെ, ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ എത്രമാത്രം ദൈവത്തിന് അകന്നു പോയാലും ഈ ദൈവം യഥാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് നിങ്ങളെ മാടി വിളിക്കുകയാകുന്നു. ആ ദൈവത്തിന്റെ സ്നേഹം നീ എവിടെ എന്ന് ചോദിച്ച് നിങ്ങളെ പേർ ചൊല്ലി വിളിക്കുക. മനുഷ്യനും ദൈവവുമായുള്ള സ്നേഹബന്ധം വിച്ഛേദിച്ചുകൊണ്ട് അവൻ അന്വേഷിക്കുന്നു. ഏൽപ്പിച്ച് ജോലി ചെയ്യാത്തതിനാൽ അവൻ മനുഷ്യനെ അന്വേഷിക്കുന്നു. ആക്കിയ സ്ഥലത്തില്ലാത്തതിനാൽ അവൻ മനുഷ്യനെ അന്വേഷിക്കുന്നു. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ മനുഷ്യനെ അന്വേഷിക്കുന്നു. തിരികെ വരിക എന്ന് പറയുന്ന അനുഭവത്തിന്
ആ നഷ്ടപ്പെട്ടു പോയ പുത്രൻ അവൻ്റെ പിതാവിലേക്ക് തിരിച്ചു വന്നതുപോലെ നമുക്ക് തിരിച്ചു വരാം, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാം. ഞാൻ ആക്കിയ സ്ഥലത്ത് ഇപ്പോൾ ഇല്ല, ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്തില്ല, ഞാൻ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നു. തീർച്ചയായിട്ടും നിന്നുള്ള ആ സ്നേഹബന്ധം ഒരിക്കലും വിച്ഛേദനം സംഭവിക്കാതെ കർത്താവെ ചേർന്ന് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി എന്നെ സമർപ്പിക്കുന്നു. എന്ന സമർപ്പണത്തോടെ നമുക്ക് കടന്നു പോകാം. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാവിഷ്ണു സഖിപിതാവേ, ഇതിൻ്റെ പരിശുദ്ധ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, ഈ വചനത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രിയവേദങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയതില്ല കർത്താവെ തിരികെ നിന്റെ സ്ഥലത്തേക്ക് എത്തിത്തരുവാൻ, കർത്താവെ ദൈവത്തിൻ്റെ പൈതങ്ങളായി തീരുവാൻ ഞങ്ങൾ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനെ സാക്ഷിയായി നിൽപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഈ വാർത്തകളും ബദൽ മർത്തോമൊക്കെ ചർച്ചയിലെ യുവജന സഖ്യത്തിൽ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ പ്രവർത്തനത്തെയൊക്കെ നീ മാനിക്കുമാറാകണമേ. നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛനെ ഇതിൽ സമർപ്പിക്കുന്ന കർത്താവെ നിന്റെ കൃപയിൽ പൊതിയണമേ. പ്രാർത്ഥനകളുടെ തന്നെ സ്തോത്രം ചെയ്യുന്നു. സകലതും യേശുനാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ വലിയൊരു സാക്ഷിയായി നിൽപ്പാന്, സാക്ഷികളായി നിൽപ്പാന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ നിങ്ങളോട് എല്ലാവരും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ യുവജന കൺവെൻഷനിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടി സ്തുതിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, വചനം ശ്രവിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘം, പ്രാർത്ഥിച്ചവർ, വചന സന്ദേശം നൽകിയ ശ്രീ തോമസ് ഫിലിപ്പ് സാർ, എല്ലാവരോടുമുള്ള നന്ദി ദൈവനാമത്തിൽ ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അനേകരുണ്ട്. നമ്മുടെ യുവജനങ്ങളുണ്ട്, യുവജന സഖ്യത്തിൻ്റെ ചുമതലക്കാർ, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ, അവരോടെല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇത് ശ്രവിക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ശ്രവിച്ച നിങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾക്കൊരു നിമിഷം നിന്റെ പാതയിടത്തിൽ വന്നിരിക്കാൻ തന്ന അവസരത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നിനക്കറിയാമല്ലോ കർത്താവെ, ഞങ്ങളുടെ യോജനകളെല്ലാം ആരും നശിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ നീ സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ഈ ലോകമെമ്പാടുള്ള എല്ലാ യോജനാംഗങ്ങളെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ഇടവേളയിലെ ദൈവമേ യോജന സഖ്യം നേതൃത്വം വഹിക്കുന്ന ദൈവമേ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ സഹായിക്കണം ദൈവമേ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം കൊടുത്ത് നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ നീ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ദൈവമേ, ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ായിരിക്കുന്ന തങ്കശാനപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, നീ സഹായിക്കണം, ബലം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം വഹിക്കുന്ന എല്ലാവരും നീ സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവമേ, എൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിപ്പാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, പ്രത്യേകിച്ച് ഈ ഒരു കോവിഡ് കാലത്തിൽ കർത്താവെ നീ സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകായിരം രോഗികളായി കിടക്കുന്നവരുണ്ടല്ലോ കർത്താവെ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കളെ നഷ്ടപ്പെട്ടവരുണ്ടല്ലോ കർത്താവ്. ദൈവമേ, ഇവരെ ഓരോരുത്തർ ദൈവമേ നീ എല്ലാവരെയും സഹായിക്കണം. ദൈവമേ, നീ അവരെ മാനിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആർക്കൊരാപത്തോളോ അനർത്ഥങ്ങളോ നീ വരുത്തുവാൻ സമ്മതിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. നീ എല്ലാം ശ്രദ്ധ വെച്ച് കേട്ടോണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന യാചന കേട്ടോണ്ട് സ്തോത്രം യേശു നാം തന്നെ. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരോടുകൂടെ ദൈവകൃപയിൽ വസിപ്പാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിച്ച് ദിനംതോറും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.